പ്രൊക്രാസ്റ്റിനേഷൻ വേർഡ് കുറച്ച് നാക്കിൽ ഉടക്കുമെങ്കിലും ഇറ്റ്സ് എ സിമ്പിൾ വേർഡ്. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ ഇട്ട് വരുന്നത്. പക്ഷേ ഇതിൻ്റെ മീനിങ് വളരെ വളരെ റിലേറ്റബിൾ ആണ്. സിംപ്ലി പറഞ്ഞാൽ ടൈം വേസ്റ്റ്. സിംപിളി പ്രൊക്രാസ്റ്റിനേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിളോടെ പറഞ്ഞുതരാം. എക്സാമിന് 10 ദിവസം പഠിക്കാൻ 5 ചാപ്റ്റർ. ലാസ്റ്റ് 5 ദിവസം കൊണ്ട് പഠിക്കാന്നേ ഒരു ദിവസം ഒരു ചാപ്റ്റർ വെച്ച് അപ്പോൾ തീരുമല്ലോ. പിന്നെ വിചാരിക്കും 5ാമത്തെ ദിവസം ആകുമ്പോൾ വിചാരിക്കും 5 ചാപ്റ്ററിലേ ഉള്ളൂ, 2 ദിവസം കൊണ്ട് തീർക്കാവുന്നേ ഉള്ളൂ. ഒരു ദിവസം 2.5 ചാപ്റ്റർ, നെക്സ്റ്റ് ദിവസം 2.5 ചാപ്റ്റർ, സുഖമായിട്ട് തീരും. അപ്പോൾ വിചാരിക്കും ഓക്കെ ഫൈൻ, കുഴപ്പമില്ല. പിന്നെ ഈ 2ാമത്തെ ദിവസത്തിൽ വരുമ്പോൾ നമ്മൾ വിചാരിക്കും 5 ചാപ്റ്റർ ആര് പഠിക്കുന്നു. ഇത് അത്ര ഇമ്പോർട്ടൻറ്റ് എക്സാം പോലും അല്ലല്ലോ, നമുക്ക് നാളെ ഇരുന്ന് പഠിക്കാം, നാളെ രാത്രി സമയമുണ്ടല്ലോ, നാളെ രാത്രി ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ എന്ന് നമുക്ക് വിചാരിക്കും. പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം തലേ ദിവസം രാത്രി, എക്സാമിൻ്റെ തലേ ദിവസം രാത്രി നമ്മൾ വിചാരിക്കും ഇതത്ര പരിപാടിയൊന്നുമില്ലല്ലോ, പെട്ടെന്ന് യൂട്യൂബ് വീഡിയോ കണ്ടെന്ന് പഠിച്ചേക്കാം. യൂട്യൂബ് വീഡിയോ ഏത് കാണണം, എവിടെ നിന്ന് കാണണം നോക്കുമ്പോൾ എല്ലാ തമ്മിലും കൊള്ളാം, എല്ലാ വീഡിയോസും കൊള്ളാം, എല്ലാം ടോപ്പ് എക്സ്പെർട്ടീസ് ടീച്ചേഴ്സ്. എവിടെ നിന്ന് പഠിക്കണം, എന്ത് പഠിക്കണം, ആദ്യം നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, ഇതിന് സ്റ്റാർട്ട് ചെയ്യണം, ചാപ്റ്റർ 1 ചാപ്റ്റർ 5 എന്നുള്ള കൺഫ്യൂഷൻ വന്ന് ആ സംഭവത്തിൽ ഒന്നങ്ങ് നിൽക്കും. പക്ഷേ ആലോചിച്ചിട്ടുണ്ടോ, ഈ പ്രൊക്രാസ്റ്റിനേഷൻ നിങ്ങൾക്കൊരു വെപ്പണായിട്ട് യൂസ് ചെയ്യാം. സിംപ്ലി ഒരു സ്റ്റോറി പറഞ്ഞുതരാം. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു, ജേക്കബ് വാസ് എ ഗെയിമർ. ലൈക്ക് ബാറ്റിൽ റോയൽ ഗെയിംസ് അറിയാം, ഫ്രീ ഫയർ, പബ്ജി, കോൾ ഓഫ് ഡ്യൂട്ടി. സിമ്പിൾ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഗൺ എടുക്കുക, വെടിവെക്കുക ആൻഡ് ബി ദ ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ്. ഓൺലൈൻ ബാറ്റിൽ റോയൽ സിംപ്ലി. സോ ഈ ഗെയിം കഴിഞ്ഞ വെക്കേഷൻ ജേക്കബിൻ്റെ അടുത്ത് പറഞ്ഞു, അളിയ ഗെയിം കളിക്കാൻ പാ, കയറാം. ഞാൻ പറഞ്ഞു എടാ എനിക്കറിയത്തില്ല, എങ്ങനെ കളിക്കേണ്ടതെന്ന് അറിയത്തില്ല, എനിക്ക് ഗെയിംസ് അറിയത്തില്ല. അവൻ പറഞ്ഞു അത് വലിയ പരിപാടിയൊന്നുമില്ല, ഗണ്ണ് നിൻ്റെ കൈ തരും, അല്ല ഗണ്ണ് നീ എടുക്കുക വെടിവെച്ച് ഇടുക, അത്രേ ഉള്ളൂ, സിമ്പിൾ. ഞാൻ പറഞ്ഞു ഓക്കെ, കേൾക്കാൻ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഈ സിനാരിയോയിൽ 3 പേരുണ്ട്. എൻ്റെ ഓപ്പോസിറ്റിൽ ഒരാളുണ്ട്, ഞാനൊരാളുണ്ട്, എൻ്റെ നെക്സ്റ്റിൽ ഒരാളുണ്ട്. അപ്പോൾ എനിക്ക് ഏതാ ഗണ്ണ് നല്ലത്, ഏത് ഗണ്ണ് മോശമെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ജേക്കബ് എനിക്കൊരു AK-47 കൊണ്ടുവന്നു. അവൻ പറഞ്ഞു എടാ ഇതെടു. ഞാൻ AK-47 എടുത്തു. ജേക്കബിൻ്റെ കയ്യിൽ ഒരു AK-47 ഉണ്ട്. ഇനി എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആളുടെ കയ്യിൽ AK-47 ഉണ്ട്. ഈ മുമ്പിൽ നിൽക്കുന്ന ഒരു എനിമി AK-47 വെച്ച് എന്നെ വെടിവെച്ച് കിട്ടും. ഞാൻ ഈ AK-47 വെച്ച് മറ്റേ സിംഗിൾ ടാപ്പ് ഷോട്ട് അടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒന്നും ആയില്ല, ഒരു വെടിവിലും കൊണ്ടില്ല, ബോട്ട് ഫെയറിനെക്കാട്ടിലും കഷ്ടം. ഞാൻ അവിടെ സെത്തു. ഇതാണ് അവിടെ നടന്നത്. പക്ഷേ ഇതേ AK-47 ഗണ്ണ് വെച്ച് ജേക്കബ് ആളെ കൊന്നു. സോ ബേസിക്കലി ആ ഒരു ഗണ്ണിൻ്റെ സ്ഥാനത്ത്, AK-47 സ്ഥാനത്ത് പ്രൊക്രാസ്റ്റിനേഷനെ കാണും. ഇറ്റ് വാസ് യൂസ്ഡ് അഗെയിൻസ്റ്റ് മീ. അത് എൻ്റെ മേൽ യൂസ് ചെയ്തപ്പോൾ ഇറ്റ് വാസ് എ പ്രോബ്ലം ടു മീ. അവിടെ ഞാൻ ഫെയിൽ ആയിപ്പോയി. ഐ കുഡൻറ്റ് ബി ദ ഫസ്റ്റ് മാൻ സ്റ്റാൻഡിങ്. ബട്ട് അത് ജേക്കബ് യൂസ് ചെയ്തപ്പോൾ ഹി വാസ് ദ ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ്. അതേ ഗണ്ണാണ് എൻ്റെ മേലെ യൂസ് ചെയ്തത്. ഞാൻ അവിടെ പോയി. പക്ഷേ ആ ഗണ്ണ് എനിക്ക് യൂസ് ചെയ്യാൻ അറിയാതെ ഞാൻ യൂസ് ചെയ്തായിരുന്നെങ്കിലോ I could have been the first man standing. Jacob was the first man standing because he knew how to use it. Simply, procrastination നമ്മുടെ മുമ്പിലുള്ള മിസ്കോൺസെപ്ഷനാണ്. That it is always a waste of time. It is not always a waste of time. അത് എങ്ങനെ യൂസ് ചെയ്യണം എന്നറിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മുമ്പിലാണല്ലോ നിൽക്കുന്നത്, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു സാധനത്തെ നമ്മൾ ഇതിനെ തിരിച്ച് അങ്ങോട്ട് ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ വരുന്ന പ്രോബ്ലംസിനെ ഈ മെഷീൻ ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഷൂട്ട് ചെയ്തിട്ടേക്കാം, അവിടെ തീരും. ചെറിയ പ്രോബ്ലംസ് ആയിരിക്കും, പിന്നെ ചെന്ന് വലിയ പ്രോബ്ലംസ് ആവുന്നത്. ഈ ചെറിയ പ്രോബ്ലംസിനെ മുളയിൽ നുള്ളി കഴിഞ്ഞാൽ അത് വലുതായി പ്രോബ്ലം ആവുമല്ലോ. ദാറ്റ് ഇസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ആൻഡ് ഇൻ ദിസ് വീഡിയോ വി ആർ ഗോണ നോ ജേക്കബ് എനിക്ക് പഠിപ്പിച്ചു തന്നത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഫ്രീ ഫയർ കളിക്കാനും പബ്ജി കളിക്കാനും അല്ല. സിമ്പിളായിട്ട് പറഞ്ഞാൽ പ്രൊക്രാസ്റ്റിനേഷൻ 2 തരത്തിലുണ്ട്, ഗുഡ് ആൻഡ് ബാഡ്. എല്ലാത്തിനും 2 സൈഡുണ്ട്. അത് എന്താണെങ്കിലും അതിന് 2 സൈഡുണ്ട്. ഏത് സൈഡ് ചൂസ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ കയ്യിലിരിക്കും. ഇഫ് ഇറ്റ് ഇസ് ദ പോസിറ്റീവ് സൈഡ് വിൽ ബി ഹിയർ, ബട്ട് ഇഫ് ഇറ്റ്സ് ദ നെഗറ്റീവ് സൈഡ് വിൽ ബി ക്യാൻവാസിൽ പോലും കാണാൻ പോലും പറ്റത്തില്ല, അത്രയ്ക്ക് താഴെയായിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ എക്സാമിന് പഠിക്കാൻ തുടങ്ങാൻ പോകുമെന്ന് വിചാരിക്കും. 10 ദിവസമുണ്ട്, എത്രയോ ദിവസമുണ്ട് പഠിക്കാൻ പോകും. ടേബിളിൽ കിടക്കുക, ടേബിൾ ആകെ മെസ്സി ആയിട്ട് കിടക്കുക. ടേബിളിനകത്ത് ബുക്ക്, പേപ്പർ, പടം വരച്ചത്, പേപ്പർ കുത്തി വരച്ച് എഴുതിയത്, പേന തെളിയാത്തപ്പോൾ വരച്ച് നോക്കിയത്, സൈൻ ഇട്ടത്, എല്ലാം ടേബിളിൽ ഇങ്ങനെ നിരന്ന് കിടക്കുക. അവിടെ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും ഓ പഠിക്കാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് നമ്മളവിടെ ചെല്ലുമ്പോൾ പഠിക്കാനുള്ള സമയമായിരിക്കും. ചിലപ്പോൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇതെല്ലാം ക്ലിയർ ഓഫ് ചെയ്തങ്ങ് മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ഗുഡ് പ്രൊക്രാസ്റ്റിനേഷൻ. അത് നല്ല പ്രൊക്രാസ്റ്റിനേഷനാണ്. ബട്ട് അതേസമയം നമ്മൾ ആ ടൈം നമ്മൾ മൊബൈലിൽ സ്ക്രോൾ ചെയ്യുക. നമ്മളവിടെ പഠിക്കാൻ വന്നിരുന്നു, ടേബിൾ മെസ്സിയാകുന്നു കണ്ടിട്ട് നമ്മൾ ഫോൺ എടുത്തു റീൽ സ്ക്രോൾ ചെയ്യുക. 3 മിനിറ്റ് 3 റീലേ കാണും, അത് കഴിഞ്ഞാൽ കാണത്തില്ല. 3 റീല് കഴിഞ്ഞ് 3 കൂടി എന്ന് പറഞ്ഞ് സ്ക്രോൾ ചെയ്ത് മണിക്കൂറുകളാണ് അവിടെ നിന്ന് സ്ക്രോൾ ചെയ്യും. പഠിത്തം നടക്കത്തില്ല, ടേബിളും അതേ കണക്ക് മെസ്സി നാളെ എന്ന് വിചാരിക്കും നാളെ പഠിക്കാമെന്ന് പറഞ്ഞിരിക്കും. ദാറ്റ് ഇസ് നെഗറ്റീവ് പ്രൊക്രാസ്റ്റിനേഷൻ. ആൻഡ് നമുക്ക് ചെയ്യേണ്ടത് പോസിറ്റീവ്, നോട്ട് നെഗറ്റീവ്. യു ഷുഡ് വേസ്റ്റ് യുവർ ടൈം വേസ്റ്റ് ചെയ്യും, സ്ട്രെസ്സ് കുറയ്ക്കും, മാക്സിമം ചില്ലടിച്ച് പോകും. റിസൾട്ട് ഓൾമോസ്റ്റ് സെയിം ആണെങ്കിലും പ്രോസസ്സിൽ വ്യത്യാസമുണ്ട്. പ്രഷറിനകത്ത് ചെയ്യുന്നതിനകത്ത് ഓക്കെ സംടൈംസ് കുറച്ച് ബെറ്റർ റിസൾട്ട്സ് ഉണ്ടായിരിക്കും, ബട്ട് അത് നമ്മുടെ ഇവിടെ എഫക്റ്റ് ചെയ്യും. പ്രഷർ കുറയ്ക്കും.
എൻജോയ്മെൻറ്റും ഇതും സ്റ്റഡീസും റെസ്പോൺസിബിലിറ്റീസും ഈക്വലി കൊണ്ടുപോകാൻ പഠിക്കണം. ദാറ്റ് ഈസ് വാട്ട് വി ആർ ഗോണ ഡു. പ്രൊക്രാസ്റ്റിനേഷൻ എത്ര താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ച് ടൈം ഒരു രണ്ട് മിനിറ്റും 1 മിനിറ്റ് എടുത്താൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്ത് തരും. സോ ടിൽ വി മീറ്റ് അഗൈൻ, ദിസ് ഇസ് മാസ്റ്റർ സൈനിങ് ഓഫ്.